LPUP നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. എൻ്റെ നേതൃത്വത്തിലുള്ള ഗോൾഡ് ബാച്ചിൻ്റെ അഡ്മിഷൻ ഡിസംബർ 30 മുതൽ ആരംഭിച്ചിരിക്കുന്നു. സ്റ്റഡി പ്ലാൻ ബേസ്ഡ് ക്ലാസുകൾ, ലൈവ് ക്ലാസുകൾ, എക്സാം PDF നോട്ട്സ് തുടങ്ങിയ അനവധി സവിശേഷതകൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. ജോയിൻ എൻട്രി ആപ്പ്. പ്രബലനമാണ് ഭാഷാ വികസനത്തിന് അടിസ്ഥാനം. ഏതു മനഃശാസ്ത്രജ്ഞനാണ് ഈ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത്? ജ്ഞാനനിർമ്മിതിവാദികളായിരുന്നു ഈ പറയപ്പെട്ട ജീൻ പിയാഷെയും നോം ചോംസ്കിയും വൈഗോട്സ്കിയും. മാമ ഐക്രീം എന്നൊക്കെ പറഞ്ഞു കുട്ടി പഠിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും വാചിക ചേഷ്ടകളുടെ പ്രബലനമാണ് വൈഗോട്സ്കി എന്ന് പറയുന്ന ഒരു വ്യക്തി, അല്ലെ? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഒരു പുതിയ സൈക്കോളജി PYQ ഡിസ്കഷൻ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, PSCയുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മൊത്തത്തിൽ മാറി. അതുകൊണ്ട് തന്നെ ഏറ്റവും സമീപകാലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി. വാചിക ചേഷ്ടകളുടെ പ്രബലനമാണ് ഭാഷാ വികസനത്തിന് അടിസ്ഥാനം. ഏതു മനഃശാസ്ത്രജ്ഞനാണ് ഈ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത്? ഈ ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ലാംഗ്വേജ് ആൻഡ് തോട്ട് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്നും കേരള PSC ചോദിച്ച ചോദ്യമാണ്. നമുക്ക് ഏവർക്കും സുപരിചിതരായ 4 ലോകപ്രശസ്തരായ മനഃശാസ്ത്രജ്ഞന്മാരുടെ പേരാണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. A. ജീൻ പിയാഷെ, B. നോം ചോംസ്കി, C. ലെവ് വൈഗോട്സ്കി ആൻഡ് D. BF സ്കിന്നർ. ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് ലാംഗ്വേജ് ലേണിംഗുമായി ബന്ധപ്പെട്ട് ഈ 4 പരിണിത പ്രജ്ഞന്മാരായിട്ടുള്ള മനഃശാസ്ത്രജ്ഞരുടെ സൈദ്ധാന്തിക കാഴ്ചപ്പാടുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ വളരെ സിമ്പിളായിട്ട് ഈ ക്വസ്റ്റ്യൻസിന് നമുക്ക് ഉത്തരം ചെയ്യാൻ കഴിയും. കാരണം ഈ 4 മനഃശാസ്ത്രജ്ഞന്മാരിൽ ഒരാളൊഴികെ ബാക്കി 3 പേരും മറ്റൊരു മനഃശാസ്ത്ര സമീപനത്തിന്റെ വക്താക്കളാണ്. അതായത് ആദ്യത്തെ 3 പേർ എന്ന് പറയുന്നത് ജീൻ പിയാഷെയും നോം ചോംസ്കിയും ലെവ് വൈഗോട്സ്കിയും കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചിൽ അധിഷ്ഠിതമായി സൈദ്ധാന്തിക കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നവരാണ്. ജ്ഞാനനിർമ്മിതിവാദികളായിരുന്നു ഈ പറയപ്പെട്ട ജീൻ പിയാഷെയും നോം ചോംസ്കിയും വൈഗോട്സ്കിയും. എന്നാൽ ബിഹേവിയറൽ കാഴ്ചപ്പാടിലൂടെ സിദ്ധാന്തം അവതരിപ്പിച്ച വ്യക്തിയാണ് BF സ്കിന്നർ എന്ന് പറയുന്നത്. ലോകത്തിൽ ഒരു മനഃശാസ്ത്ര പഠനം നടത്തുന്ന ഒരു ഉദ്യോഗാർത്ഥിക്കും ഒരിക്കലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഏറ്റവും പ്രധാനപ്പെട്ട 4 പേരുകൾ തന്നിട്ട് മനോഹരമായ ഒരു കൊട്ടേഷനും തന്നിരിക്കുന്നു. വാചിക ചേഷ്ടകളുടെ പ്രബലനമാണ് ഭാഷാ വികസനത്തിന് അടിസ്ഥാനം എന്നുള്ളത്. ഇവിടെ ചേഷ്ടകൾ എന്ന് പറയുമ്പോൾ അത് ബിഹേവിയർ ആണ്, അല്ലെ? ചേഷ്ടകൾ എന്ന് പറയുമ്പോൾ അത് ബിഹേവിയർ ആണ്, അത് റെസ്പോൺസ് ആണ്, അല്ലെ? നമുക്കറിയാം RS കണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിങ് ഉണ്ട്. റെസ്പോൺസ് സ്റ്റിമുലസ് എന്നാണ് അതിന് പറയുന്നത്. സ്റ്റിമുലസ് റെസ്പോൺസ് അല്ല, സ്റ്റിമുലസ് റെസ്പോൺസ് പാവ്ലോവ് ആണ്. റെസ്പോൺസ് സ്റ്റിമുലസ്. നിങ്ങൾ എങ്ങനെയാണ് കുട്ടികൾക്ക് അമ്മ എന്ന് പറയാൻ പഠിപ്പിക്കുന്നത്? നമ്മൾ ആംഗ്യം കാണിക്കും, അല്ലേ? അല്ലേ? അങ്ങനെ ആംഗ്യം കാണിച്ചുകൊണ്ടല്ലേ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്, ഭാഷ പഠിപ്പിക്കുന്നത്. അപ്പൊ തന്നെ ചിന്തിച്ചു നോക്കേ, കുട്ടി അങ്ങനെ പറയുമ്പോൾ കുട്ടിക്ക് ഒരു റിസൾട്ട് കിട്ടും. എന്താ? കുട്ടിക്കും അങ്ങനെ പറയാൻ വേണ്ടിയുള്ള ഒരു സെൽഫ് മോട്ടിവേഷന്റെ ഭാഗമായി കുട്ടിയും ട്രൈ ചെയ്യും. മാമ ഐക്രീം എന്നൊക്കെ പറഞ്ഞു കുട്ടി പഠിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും വാചിക ചേഷ്ടകളുടെ പ്രബലനമാണ് ഭാഷാ വികസനത്തിന് അടിസ്ഥാനം എന്ന് പറയുകയാണ് എങ്കിൽ, അവിടെ ഒരു റെസ്പോൺസും സ്റ്റിമുലസും ഉണ്ടാകുന്നു എങ്കിൽ, അവിടെ ഒരു റെസ്പോൺസ് സ്റ്റിമുലസ് ഉണ്ടാകുന്നു എങ്കിൽ നിസ്സംശയം നമുക്ക് പറയാം അത് മറ്റാരുമല്ല, അത് BF സ്കിന്നർ എന്ന് പറയുന്ന വ്യക്തിയാണ്. നിസ്സംശയം നമുക്ക് പറയാം. ശരിയല്ലേ? ഇനി ഓപ്ഷൻ എയിൽ എന്താണ്? ജീൻ പിയാഷെയാണ് കിടക്കുന്നത്, അല്ലെ? ജീൻ പിയാഷെ എന്താണ് പറയുന്നത്? ചിന്തയും ഭാഷാ പഠനവും വളരെയധികം സ്വാധീനം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ചിന്ത എന്ന് പറയുന്നത് ഭാഷാ വികസനത്തിന് വളരെയധികം സ്വാധീനം ഉണ്ടാകുന്നു. ഒരു കുട്ടി ഭാഷണത്തിലേക്ക് പോകണമെങ്കിൽ, ഒരു കുട്ടി സംഭാഷണത്തിലേക്ക് പോകണമെങ്കിൽ ആദ്യമേ ആ കുട്ടിയിൽ ചിന്തയുണ്ടാകണം എന്നാണ് പറയുന്നത്. ചിന്തയിലൂടെയാണ് ഭാഷ വികസിക്കുന്നത് എന്ന് ജീൻ പിയാഷെ പറയുന്നു. ഇനി രണ്ടാമത്തത് നോം ചോംസ്കി എന്ന് പറയുന്ന ലോകത്തിൽ ഭാഷാ പഠനത്തിന് അല്ലെങ്കിൽ
ഭാഷാശാസ്ത്രത്തിന്റെ പിതാവായി കൺസിഡർ ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഭാഷാ പഠന സൈദ്ധാന്തികനാണ് നോം ചോംസ്കി എന്ന് പറയുന്നത്. അദ്ദേഹമല്ലേ ലാഡ് എന്ന് പറയുന്ന, അല്ലേ? അതായത് ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യർക്കും, അത് ഏത് സംസ്കാരമാകട്ടെ, ഏത് രാജ്യമാകട്ടെ, ഏത് ഭൂഖണ്ഡമാകട്ടെ, എല്ലാ മനുഷ്യരിലും ജന്മസിദ്ധമായി ഇൻബോൺ ആയിട്ട് ഭാഷ ആർജിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിട്ടുണ്ട്. അത് ദൈവം ഉണ്ടാക്കിയതാണ്, നമുക്ക് വിശ്വസിക്കാം. ഒരു സംവിധാനമുണ്ട്. അതിനെ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസസ് എന്ന് പറഞ്ഞത് നോം ചോംസ്കി എന്ന കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റ്, അല്ലേ? പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഞാൻ സാധാരണഗതിയിൽ പറയുന്നത് പോലെ ഒരു മലമ്പാമ്പിനെ കൊണ്ടുവന്ന് നമ്മൾ വീട്ടിൽ 10 വർഷം വളർത്തിയിട്ട് 10 വർഷം അതിനെ ഭാഷ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ ഒരു വാക്കുപോലും അത് മിണ്ടില്ല. കാരണം അതിന് ജന്മസിദ്ധമായി ഭാഷ വികസിക്കുവാനുള്ള ഒരു സോഫ്റ്റ്വെയറിങ് അതിൻ്റെ ഉള്ളിലില്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ അത് മനുഷ്യനിലുണ്ട്. അതിനെയാണ് ലാഡ് എന്ന് പറയുന്നത്, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസസ് എന്ന് പറയുന്നു. പിന്നീട് ഇദ്ദേഹം ഇതിനെ യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുപോയി. അത് നമ്മൾ നോം ചോംസ്കിയെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത് പഠിക്കാം. അപ്പോൾ നോം ചോംസ്കിയും അല്ല, ലെവ് വൈഗോട്സ്കി എന്ന് പറയുന്ന ഒരു വ്യക്തി, അല്ലെ? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് വൈഗോട്സ്കി എന്ന് പറയുന്നത്, അല്ലെ? ഈ വൈഗോട്സ്കി എന്ന് പറയുന്ന ഒരു മനുഷ്യനല്ലേ ഇന്ന് യഥാർത്ഥത്തിൽ NCF-ലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വൈഗോട്സ്കി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു, സോഷ്യോ കൾച്ചർ. ഈ ഒരു പദം വൈഗോട്സ്കിയെ കണ്ടാൽ, വൈഗോട്സ്കിയെ കേട്ടാൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകരുത്. സോഷ്യോ കൾച്ചർ, അതായത് സാമൂഹ്യ സാംസ്കാരിക അന്തരീക്ഷങ്ങൾ, സാമൂഹ്യ സാംസ്കാരിക അന്തരീക്ഷം ഭാഷാ വികസനത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് ഒന്ന് ആണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ വ്യക്തിയാണ് ലെവ് വൈഗോട്സ്കി എന്ന് പറയുന്നത്. സാംസ്കാരികം, സാമൂഹ്യം എന്ന പദം കേട്ടാൽ വൈഗോട്സ്കി കർപ്പിച്ചുകൊള്ളുക. അപ്പോൾ ഉത്തരം, പ്രബലനം എന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് സ്കിന്നറാണ്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, ശിക്ഷ ആരുമായി ബന്ധപ്പെട്ടാണ്? അത് സ്കിന്നറാണ്. അപ്പൊ റെസ്പോൺസ് സ്റ്റിമുലസ് ആരുമായി ബന്ധപ്പെട്ടാണ്? സ്കിന്നറാണ്. ഉത്തരം നിസ്സംശയം നമുക്ക് പറയാം, അത് BF സ്കിന്നറാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ഇത് വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്, അടിപൊളി ചോദ്യമാണ്. ഓക്കെ, താഴെ പറയുന്ന ഏത് കാര്യമാണ് ബോബോ ഡോൾ പരീക്ഷണത്തിലൂടെ, ബോബോ ഡോൾ എക്സ്പെരിമെന്റിലൂടെ സാധൂകരിക്കുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ, ചോദക പ്രതികരണങ്ങളുടെ അനുബന്ധനമാണ് പഠനം എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി, ദൃശ്യമാധ്യമങ്ങളിലെയും മുതിർന്നവരുടെയും പെരുമാറ്റ രീതികൾ കുട്ടികൾ അനുകരിക്കുകയും അവലംബിക്കുകയും ചെയ്യും. ഓപ്ഷൻ സി, ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ മികച്ചതാണ് അതിന്റെ സമഗ്രത എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി, കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ട്. മക്കളെ, ഈ ക്വസ്റ്റ്യൻ ഇടുന്നതൊക്കെ വേറെ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഈ 4 ചോദ്യങ്ങൾ 4 ചിന്താധാരയിൽ വരുന്ന ചോദ്യങ്ങളാണ്. ഈ 4 ചോദ്യങ്ങളിൽ ഇവിടെ ബോബോ ഡോൾ എക്സ്പെരിമെന്റുമായി ബന്ധപ്പെട്ട ആരാണ് നിങ്ങൾക്കറിയാം, വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ ഓരോ ഓപ്ഷനും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെ? ചോദകം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെ സ്റ്റിമുലസ് അല്ലേടാ. പ്രതികരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ റെസ്പോൺസ് അല്ലേടാ. ചോദകവും പ്രതികരണവും തമ്മിലുള്ള അനുബന്ധനമാണ് പഠനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് SR കണ്ടീഷനിങ്, പാവ്ലോവ് അല്ലേ, അത് ബിഹേവിയറൽ അപ്രോച്ച് അല്ലേ? ഇവിടെ ചോദക പ്രതികരണമാണോ? അല്ല, അതൊരു ബിഹേവിയറൽ വ്യൂ ആണ്. ഇവിടെ താഴെ പറയുന്ന ഏത് കാര്യമാണ് ബോബോ ഡോൾ പരീക്ഷണത്തിലൂടെ സാധൂകരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ചോദക പ്രതികരണമല്ല ഉദ്ദേശിക്കുന്നത്, അത് ബിഹേവിയറൽ വ്യൂ ആണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ഓപ്ഷൻ ഒന്ന് നോക്കിയേ. ദൃശ്യമാധ്യമങ്ങളിലെയും മുതിർന്നവരുടെയും പെരുമാറ്റ രീതികൾ കുട്ടികൾ അനുകരിക്കുകയും അവലംബിക്കുകയും ചെയ്യും, അല്ലെ? ഇവിടെ ഒരു പദമുണ്ട്, അനുകരണം എന്ന് പറയുന്നത്, അല്ലെ? സാമൂഹ്യ പഠനം എന്ന് പറയുന്ന ഒരു സമീപനമുണ്ട് നമുക്ക് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ. ആൽബർട്ട് ബന്ധൂര എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്കറിയാം. ആൽബർട്ട് ബന്ധൂര എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഒരു ബോബോ ഡോൾ എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നടത്തി സാമൂഹ്യ പഠന സിദ്ധാന്തം അവതരിപ്പിച്ചത്. ദൃശ്യമാധ്യമങ്ങളിൽ കാണുന്നതും സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നതും പേരൻസിനെയും സമൂഹത്തിലെ ലീഡേഴ്സിനെയും അധ്യാപകരെയും എല്ലാം കുട്ടികൾ അനുകരിക്കും. അനുകരണ പഠനമാണ് നടക്കുന്നത്. അത് ഒരു ബോബോ ഡോൾ എക്സ്പെരിമെന്റിലൂടെ, അതായത് ബോബോ ഡോൾ എന്ന് പറയുന്ന ഒരു ഡോളിനെ ഒരു വീഡിയോഗ്രാഫർ എടുത്തിട്ട് മർദ്ദിക്കുന്ന ചിത്രങ്ങൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുകയും
എന്നിട്ട് ആ കുട്ടികളെ മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ അനവധിയായിട്ടുള്ള പാവകളെ ഇടുകയും ചെയ്തു. ആ പാവകളെ 80% കുട്ടികളും മർദ്ദിക്കുന്ന കാഴ്ചയാണ് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത്. അതാണ് ബോബോഡോൾ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ ബോബോഡോൾ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്, ഇനി ഓപ്ഷൻ സി, ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ മികച്ചതാണ് അതിന്റെ സമഗ്രത. അല്ല, അത് ജസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾ ആണ്. അത് കോഹ്ലറും കോഫ്കയും കർട്ടിലെവനും മാക്സ് വെർത്തിമറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതല്ല ഉത്തരം. ദെൻ 4, ഓപ്ഷൻ ഡി, കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ അങ്ങോട്ട് ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റ് അല്ലെങ്കിൽ ജ്ഞാനനിർമ്മിതിവാദികൾ പറയുന്നു കുട്ടി സ്വയം അറിവ് നിർമ്മിക്കുന്നു. പഠനം ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. പഠനം എന്ന് പറയുന്ന ഒരു ബൗദ്ധിക പ്രക്രിയയാണ്. കുട്ടി അറിവ് നിർമ്മിക്കുകയാണ്. അത് പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി, നോം ചോംസ്കിയെ പോലെയുള്ളവരാണ് ഈ പറഞ്ഞ ജ്ഞാനനിർമ്മിതിവാദികൾ എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായും ഇതിന്റെ യഥാർത്ഥ ഉത്തരം എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൃശ്യമാധ്യമങ്ങളിലെയും മുതിർന്നവരുടെയും പെരുമാറ്റ രീതികൾ കുട്ടികൾ അനുകരിക്കുകയും അവലംബിക്കുകയും ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആൽബർട്ട് ബന്ദൂരയുടെ സാമൂഹ്യ പഠന സിദ്ധാന്തമാണ്. അത് അദ്ദേഹം തെളിയിച്ചത് ബോബോഡോൾ എക്സ്പെരിമെന്റിലൂടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കുക. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രോയിഡിന്റെ മനോവിശ്ലേഷണ സിദ്ധാന്ത പ്രകാരം ജന്മവാസനകളുടെയും പ്രാകൃത വികാരങ്ങളുടെയും ഉറവിടമായ വ്യക്തിത്വ ഘടകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അറിഞ്ഞുകൂടാത്തവർ വളരെ ചുരുക്കമായിരിക്കും. അത് ഈഗോയാണോ, ലിബിഡോയാണോ, അത്യഹമാണോ, ഇതാണോ? എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കാം. അഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഗോ. എനിക്ക് ഭയങ്കര വിശപ്പുണ്ട്. ഞാൻ ഒരു റോഡ് സൈഡിലൂടെ നടന്നു പോവുകയാണ്. തൊട്ടടുത്ത് ഒരു ഹോട്ടലിൽ പൊറോട്ടയും ചിക്കനും ബീഫും എല്ലാം പൊരിച്ചിങ്ങനെ ഇട്ടിരിക്കുന്നു. എൻ്റെ മണം എന്നിലേക്ക് വന്നിങ്ങനെ അടിക്കുകയാണ്. എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല. എനിക്ക് വിശപ്പ് എന്ന് വെച്ചാൽ അപാരമായ വിശപ്പ്. അപ്പോൾ എന്നിൽ ഉണ്ടാകുന്ന ആ വിശപ്പ് എന്ന് പറയുന്നത്, അതിനെയാണ് നമ്മൾ ഇഡ് എന്ന് പറയുന്നത്. ആ വിശപ്പിനെ പ്രേരിപ്പിക്കുന്ന സാധനത്തെയാണ് നമ്മൾ ലിബിഡോ എന്ന് പറയുന്നത്. അതായത് ഇഡിന് ഊർജം നൽകുന്ന സാധനമാണ് ലിബിഡോ. ഇഡിന് ഊർജം നൽകുന്ന സാധനമാണ് ലിബിഡോ. കാമം ഇതാണ്, ക്രോധം ഇതാണ്, വിശപ്പ് ഇതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജന്മസിദ്ധമായി നമുക്ക് അടിസ്ഥാനമായി വേണ്ട എല്ലാ കാര്യങ്ങളെയും ബയോളജിക്കലി നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇതാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് അതൊരു പ്രേരണയാണ്. എനിക്ക് വിശക്കുന്നു എന്നുള്ളത് അല്ലെ. ആ ഇത് അതൊരു ജന്മവാസനയാണ്, അതൊരു അധമ പ്രേരണയാണ്, അതൊരു പ്രാകൃതമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 3 കോൺസെപ്റ്റുകൾ: ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ. ഒരു വ്യക്തിക്ക് വേണ്ട 3 അടിസ്ഥാന കാര്യങ്ങളാണ്. ഇതിലൊന്ന് ഒഴിവാക്കാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യമേ ഷെൽട്ടർ ഒഴിവാക്കും, രണ്ടാമത് നമ്മൾ ഏത് ഒഴിവാക്കും? ക്ലോത്ത് ഒഴിവാക്കും. ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനം, ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്ത സാധനമാണ് ഫുഡ് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായും വിശപ്പ് എന്ന് പറയുന്നത്, കാമം എന്ന് പറയുന്നത്, ക്രോധം എന്ന് പറയുന്നത് അധമ പ്രേരണയാണ്, ജന്മസിദ്ധമാണ്, പ്രാകൃതമാണ്, അതെല്ലാം ഇഡാണ്. അതിന് പ്രേരകമായി പ്രവർത്തിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അതിനെ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞു, അതിനെ ലിബിഡോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈഗോ എന്ന് പറയുന്ന ഒരു സാധനം. അപ്പോൾ ആ പൊറോട്ടയും എടുത്തുകൊണ്ട് എനിക്ക് ഓടാൻ തോന്നും, അല്ലെങ്കിൽ ആ പൊറോട്ട കഴിക്കാൻ എനിക്ക് ആഗ്രഹം തോന്നും. പക്ഷേ ഓടിക്കഴിഞ്ഞാൽ നാട്ടുകാരെടുത്തിട്ട് പഞ്ഞിക്കിടുന്ന കാര്യം ആലോചിക്കുമ്പോൾ, പോലീസ് പിടിക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ, മാനനഷ്ടം കിട്ടുന്ന കാര്യം ആലോചിക്കുമ്പോൾ, പത്രത്തിൽ ഫോട്ടോ വരുന്ന കാര്യം ആലോചിക്കുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? മിണ്ടാതെ അങ്ങ് നടന്നങ്ങ് പോകും. അപ്പൊ സ്വാഭാവികമായും എന്നെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ച ആ സാധനമാണ് അഹം അഥവാ ഈഗോ എന്ന് പറയുന്നത്. ഇഡിനെ നിയന്ത്രിക്കുന്ന പോലീസ് ശക്തിയാണ് ഈഗോ എന്ന് പറയുന്നത്. ഇനി അത്യഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാൻമാർഗികമായ കാഴ്ചപ്പാടുകളിലെ, നൈതികമായ ചില കാഴ്ചപ്പാടുകളിലെ, മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു ഫീലിംഗിലെ, മറ്റുള്ളവരെ കൺസിഡർ ചെയ്യാനുള്ള ഒരു ഫീലിംഗിലെ, അതാണ് സൂപ്പർ ഈഗോ, അത്യഹം എന്ന് പറയുന്നത്. ഇതും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായും ഉത്തരം കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും നമുക്ക് ഒന്ന് നോക്കാം. ഫ്രോയിഡിന്റെ മനോവിശ്ലേഷണ സിദ്ധാന്തം പ്രകാരം ജന്മവാസനകളുടെയും പ്രാകൃത വികാരങ്ങളുടെയും ഉറവിടമായ വ്യക്തിത്വ ഘടകം എന്ന് പറയുന്നത് ഇഡാണ്. സിമ്പിളാണ്. മറ്റൊരു വീഡിയോ ക്ലാസ്സിലൂടെ ഞാൻ വരുന്നത് വരെ ഈ കോൺസെപ്റ്റുകളുമായി ബന്ധപ്പെട്ട മാക്സിമം PYQസും കണക്റ്റഡ് ഫാക്ട്സും നിങ്ങൾ ചർച്ച ചെയ്തു വെക്കുക. സംശയങ്ങളുള്ളവരെല്ലാം കമന്റ് ബോക്സിൽ നല്ല വ്യക്തമായ രീതിയിൽ ആ സംശയങ്ങൾ ചോദിക്കുക. ഞാൻ അതിന് മറുപടി നൽകുന്നതായിരിക്കാം. ലെറ്റ് വി മീറ്റ് അഗൈൻ. താങ്ക് യു.